സുഗന്ധത്തോടു കൂടിയ ഒരു പിടി മണ്ണ്. ഈ മണ്ണിലൊരു സുഗന്ധം ഉണ്ട് എന്നാണ്. ആ സുഗന്ധത്തിനെ നമ്മൾ ക്രാഫ്റ്റാക്കി മാറ്റുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ചുടുമൺ ശില്പം അല്ലെങ്കിൽ ചുടുമൺ ചിത്രം. അതിന് കുറച്ച് അരിഞ്ഞിട്ടിട്ടൊന്ന് വെള്ളം കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കും. ജീവനുള്ള തിരുമേനി. എത്ര സമയം എടുത്തു ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് പോർട്രേറ്റ് നമ്മളെ മ്യൂറൽ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. നമ്മളെ നജീബ, നമ്മളെ വായിച്ചറിഞ്ഞിട്ടുള്ള നജീബാണ്. നിങ്ങളുടെ മനസ്സിൽ കണ്ട നജീബാണ് നിങ്ങളുടെ പോർട്രേറ്റിൽ. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള അയാളുടെ ഭാവങ്ങൾ, അയാളുടെ ഇമോഷൻസ് അത് അതേ ഹീറ്റോട് കൂടി തന്നെ നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. തീലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? അതെ അതെ. മിക്കവാറും ഇപ്പോൾ ഇതുപോലെ പൂജാമുറിയിൽ വെക്കാം. ഏട്ടക്കാരനും ആ ഒരു ഗാംഭീര്യമുണ്ട്. ആ ഒരു ആദിവാസികൾ ഇപ്പോൾ ഗൂഡല്ലൂർ അമ്പുമലയിൽ നിന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്തുള്ള എല്ലാ ട്രൈബ്സും ഉത്സവത്തിന് വരും. നിലമ്പൂർ പാട്ടുത്സവത്തിന്. ഈ മണ്ണ് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം എക്സ്റ്റീരിയറിൽ നനഞ്ഞു പോകുമെന്നുള്ളതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മണ്ണല്ല. മണ്ണിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാറ പോലെ ഉറച്ച വേറൊരു മെറ്റീരിയലാണ്. നമ്മൾ വീണ്ടും നിലമ്പൂർ തന്നെയാണ്. നിലമ്പൂർ നമ്മൾ കഴിഞ്ഞ തവണ നിലമ്പൂർ തേക്കിൽ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. നിലമ്പൂർ തേക്ക് പോലെ തന്നെ നിലമ്പൂരിൻ്റെ മറ്റ് പ്രസിദ്ധമായ ഒരു സംഭവമാണ് കളിമണ്ണ്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് കളിമൺ പാത്രങ്ങളൊന്നുമല്ല. കളിമണ്ണിൽ അതിഗംഭീരമായിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന, ക്രാഫ്റ്റ് ചെയ്യുന്ന, നമ്മുടെ വീടുകളൊക്കെ മോടി പിടിപ്പിക്കാവുന്ന, വീടുകളായാലും റിസോർട്ടുകളായാലും അതല്ല നമുക്ക് വല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കാവുന്ന കളിമണ്ണിൽ ചെയ്യാവുന്ന ഒരു അത്ഭുത പ്രതിഭയെ തന്നെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നിലമ്പൂർ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതിന് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നിങ്ങളുടെ ഒരു വർക്ക്ഷോപ്പ് മൊത്തത്തിൽ. ശരിക്കും ഇത് കളിമണ്ണാണ് മൊത്തം അല്ലേ? കളിമണ്ണ് തന്നെ. നമ്മള് പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ കുമ്പാരന്മാർ ഉപയോഗിക്കുന്ന മണ്ണിന്റെ സാധനമുണ്ട്. നിലമ്പൂർ പാത്രങ്ങൾക്ക് തേക്ക് പോലല്ല. നിലമ്പൂരിലെ കുമ്പാരന്മാർ കളിമണ്ണ് വളരെ പ്രശസ്തിയായിട്ടൊരു സ്ഥലമാണ് നിലമ്പൂര്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് കളിമണ്ണിലൊരു ക്രാഫ്റ്റാണ്. നമ്മൾ ടെറാക്കോട്ട മ്യൂറൽ എന്ന് പറയും. അപ്പോൾ നിലവിലുള്ള മ്യൂറലുകൾ നമുക്കറിയാം, ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പാരമ്പര്യ രീതിയിലെ ഇലച്ചാറുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചിത്രണ രീതിയാണ്. അപ്പോൾ ആ രീതിയും മൺപാത്ര നിർമ്മാണവും രണ്ടും കൂടി സംയോജിച്ചുകൊണ്ടുള്ള ഒരു അപ്ലിക്കേഷൻ, ഒരു ചുടുമൺ ശില്പം എന്നാണ്. ചുടുമൺ ശില്പം അല്ലെങ്കിൽ ചുടുമൺ ചിത്രം. 24 വർഷം. ഞാൻ 2000-ലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അതിനു മുമ്പ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. ബൈ ചാൻസിൽ ഇങ്ങനെ മണ്ണിലേക്ക് വന്നു വീഴുകയെന്ന് പറയില്ല, അതുപോലെ ഒരു ബൈ ചാൻസിലേ വന്നത്. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും? പാരമ്പര്യ രീതിയിൽ കുഴച്ചെടുക്കുന്ന രീതിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓട്ട് കമ്പനികളിൽ നിന്ന് ഇതിന്റെ കറക്റ്റ് പീസായിട്ട് വാങ്ങുകയാണ്. അരച്ചെടുത്ത മണ്ണ്. അത് മെഷീനിൽ അരച്ചാണ്. അതിൽ ഈ കല്ലിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവില്ല. പാരമ്പര്യ രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ അതിന് ലേബർ ചാർജും വളരെ അധികമാണ്. പിന്നെ ആ മേഖലയിലൊന്നും ഇപ്പോൾ ആളും അങ്ങനെ ചെയ്യുന്നില്ല. മണ്ണിൻ്റെ അവൈലബിലിറ്റി നിന്നുപോയി. അപ്പോൾ ഈ നോട്ട് കമ്പനികൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആവശ്യമുള്ളൊരു പാകത്തിൽ അത് കിട്ടും. അതിന് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ കൊണ്ടുവരുള്ളൂ. ഇതിങ്ങനെ അധികം ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം ഇത് നനവിൽ വേണമെന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് കൊണ്ടുവരും. റോ മെറ്റീരിയൽ അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ മണ്ണിനെ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നത് നെക്സ്റ്റ്? അതായത് പിന്നെ ആ മണ്ണിനെ നമ്മൾ നമ്മുടെ കൈ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കും. കാരണം നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആക്കണം. അപ്പോൾ അതിന് കുറച്ച് അരിഞ്ഞിട്ടിട്ടൊന്ന് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കും. ഒരു പ്രതലത്തിൽ ഷീറ്റ് ആക്കിയിട്ട് ആ ഷീറ്റിലാണ് നമ്മൾ മ്യൂറൽ ചെയ്യുന്നത്. ഇതന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ ഇപ്പൊ മണ്ണിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു. ഇത് നമ്മുടെ ഒരു സംഭവമാണ്. ഇതിനെ ചൂടോ എങ്ങനെ? ഇതിനെ ചൂളയിൽ ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്തിട്ട് പിന്നെ പോളിഷ് ചെയ്യും. ചിലതിന് പോളിഷ് ആവശ്യമില്ല. എല്ലാവർക്കും ഒരു അകത്തൊക്കെ ഒന്ന് വെക്കുന്നതിന് പോളിഷ് ആവശ്യമില്ല. എക്സ്റ്റീരിയറിലൊക്കെ ആണെങ്കിൽ പോളിഷ് ആവശ്യമുള്ളൂ. പോർട്രേറ്റുകൾ എന്ത് ചെയ്യും അല്ലേ? ഇപ്പൊ നമ്മൾ പോർട്രേറ്റുകൾ, അതായത് ഒരാളുടെ പോർട്രേറ്റ്, ഇപ്പൊ നമ്മളിവിടെ ചാത്തുമേനോന്റെ ഒക്കെ കണ്ട പോലെ പോർട്രേറ്റുകൾ ചെയ്യാം. അപ്പോൾ പഠിച്ചിട്ടുണ്ടോ ചിത്രകല? ഇല്ലല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ പഠിച്ച കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ചിത്രകല അങ്ങനെ ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല. വരച്ചിരുന്നു. ഞാൻ ഈ ഒരു ആർട്ടിലേക്ക് വരണ്ടെന്നുള്ളതിലേക്ക് വഴി മാറിപ്പോയ ആളാണ്. പിന്നെ ഈ പാഷനൊരു കുഴപ്പമുണ്ട്. പാഷ നമ്മളെ പിടിച്ച് അതിലേക്ക് ഇടും. അപ്പോൾ അതിലെ ഗുണവും ദോഷവും നമ്മൾ അനുഭവിക്കാം. അല്ല, ഈ മീഡിയം പല മീഡിയം ഉണ്ടല്ലോ. അപ്പോൾ ഈ കളിമണ്ണ് മീഡിയം ഒക്കെ എന്താ കാരണം? കളിമണ്ണ് ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ അരുവാക്കോട് കുമ്പാരൻ കോളനി ഉണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ടുള്ള സമ്പർക്കം, അങ്ങനെയാണ് ഞാൻ ഈ മണ്ണ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരാൻ കാരണം. ഇപ്പം ഞാൻ മുമ്പ് കൺസ്ട്രക്ഷൻ എടുത്തിരുന്ന വീടുകളിൽ, ഇൻറ്റീരിയറൊക്കെ ചെയ്തിരുന്ന വീടുകളിൽ തന്നെ കളിമൺ പോട്ട്സ് അവരിൽ നിന്ന് വാങ്ങി വെച്ചിരുന്നു. അപ്പം അതിൽ തന്നെ ഞാൻ എംബോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ അവർ ഡ്രൈ ആകുന്നതിന് മുമ്പ് അവരെ കൂടെ പോയിട്ട് അതിൽ ചില രൂപങ്ങൾ അതിൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് മ്യൂറൽ എന്നുള്ളൊരു ആശയം കിട്ടുന്നത്. പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ ടൈൽ രൂപത്തിലാക്കിയിട്ട് ചുമരിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് ഏത് വിഭാഗക്കാരാ? വീടുകളുടെ ഹൗസ് വാമിങ് അങ്ങനെ വീട് പിന്നെ എല്ലാവരും. ഇപ്പോൾ നമുക്ക് ഒരു ലിവിങ് സ്പേസിൽ എവിടെ ഇത് അപ്ലൈ ചെയ്യാം. ഇന്റീരിയറിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്രത്യേകിച്ച് പറയണം. കാരണം ഈ മണ്ണ് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം എക്സ്റ്റീരിയറിൽ നനഞ്ഞു പോകുമെന്നുള്ളതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മണ്ണല്ല,
മണ്ണിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാറ പോലെ ഉറച്ച വേറൊരു മെറ്റീരിയലാണ്. മെറ്റീരിയലായി. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഒന്നും അതിൽ വിഷയമല്ല. ഇത് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു രൂപം ചെയ്താണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഒരു പ്രധാന വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത് ആടുജീവിതമാണ്. ആ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്തത് അല്ലേ? അതെ, നമുക്ക് നോവൽ മുമ്പേ വായിച്ചിരുന്നു. ആ ഒരു സമയത്താണ് അതിൻ്റെ സിനിമ വരുന്നത്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സിനിമ വരുന്നൊരു സമയത്താണല്ലോ. അതെ. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് നമുക്ക്. അതിൻ്റെ ഒരു ഇപ്പം എൻ്റെ ഒരു മെയിൻ പ്രശ്നം, നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആർക്കെങ്കിലും വേണ്ടിയുള്ള കൊമേഴ്സ്യൽ വർക്കുകളാണ്. അത് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കൊമേഴ്സ്യൽ വർക്കുകൾ മാറ്റി വെച്ചിട്ട് ഒരു 2 മാസം ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഈ ആടുജീവിതത്തിൽ ഇപ്പൊ നജീബ് എന്ന് പറയുന്നത് ഇപ്പൊ സിനിമ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നജീബായിട്ട് വരുന്ന പൃഥ്വിരാജാണ്. അത് പൃഥ്വിരാജാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അതോ നിങ്ങളുടെ നജീബാണോ? നമ്മളെ നജീബാണ്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള നജീബാണ്. നിങ്ങളുടെ മനസ്സിൽ കണ്ട നജീബാണ് നിങ്ങളുടെ പോർട്രേറ്റിൽ വന്നിട്ടുള്ളത്. അതിലിനിയിപ്പോൾ വേറൊരു നാടകത്തിൽ വേറൊരു നടനായിരിക്കും അഭിനയിക്കുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള അയാളുടെ ഭാവങ്ങൾ, അയാളുടെ ഇമോഷൻസ് അത് അതേ ഹീറ്റോട് കൂടി തന്നെ നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ ആടുജീവിതം അല്ലേ കാണുന്നത്? ഇത് എത്ര പോർട്രേറ്റ് ഇതുണ്ട്? ഇത് 20 ഫ്രെയിംസ് ആണ്. 20 ഫ്രെയിംസ് ആണ്. 2 മാസത്തിലേറെ സമയം എടുത്തു. 2 മാസത്തെ. ഇത് ശരിക്കും ഇത് കളിമണ്ണിൽ തന്നെ ചെയ്തിട്ട് പോളിഷ് ചെയ്താണ്. പോളിഷ് ഉണ്ട് അതിൽ? പോളിഷ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇവിടെ മഴയത്തൊക്കെ ഇരിക്കണം. ജസ്റ്റ് ഒരു പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളേഴ്സ് നമ്മളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു അപ്പൊ ഈ ബ്ലാക്ക് റെഡ് ഇതൊക്കെ ഈ മണ്ണിന്റെ കളറാണ് അല്ലേ? ഇതൊക്കെ ബേക്കിംഗ് ഷെയ്ഡ്സ് ആണ്. ഓ ശരി. ഞാനത് ഇങ്ങനെ ഒരു മൂഡിലാണ് ഇതിന്റെ ബേക്കിംഗ് നിർത്തിയതാണ്. കാരണം വല്ലാതെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റെഡിലേക്ക് പോകും. നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ഒരു കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്തത്. ഒരുവിധം എല്ലാം ആടുജീവിതത്തിന്റെ ആ ഒരു ഇത് നജീബിന്റെ പഴയ കാലം അല്ലേ? അതെ അതെ. അവര് ആ ട്രെയിനിൽ കയറി പോകുന്ന ഒരു സാധനം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കംപ്ലീറ്റ് മരുഭൂമിയിലെ കാഴ്ചകൾ. ഇത് ആടുമായിട്ട് ഒരു വിട വാങ്ങുന്ന ഒരാളുണ്ട്. അതെ അതെ. ഇത്രയും ഫ്രെയിമുകളിലാക്കിയിട്ട് ആടുജീവിതത്തെ ഒതുക്കി. ഇത് ആടുമായിട്ട് നജീബ് സംസാരിക്കുന്നത്. പിന്നെ ഇത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടില് ഗംഭീരായി. ഇത് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫീല് അത് നമ്മളായിട്ടുള്ള മീഡിയയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇതൊരു സിനിമയെ അല്ലെങ്കിൽ ഒരു നോവലിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു മ്യൂറൽ, ടെറാക്കോട്ട മ്യൂറൽ എന്നുള്ളൊരു റെക്കോർഡിലേക്ക് ഇതിപ്പോൾ വന്നിട്ടുണ്ട്. നജീബിന്റെ ആ ഒരു ഫീലിംഗ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആടിനായിട്ട് പോകുന്ന ആ ഒരു ചിത്രത്തിലൊക്കെ ആ നജീബിന്റെ ആ കണ്ണീരൊക്കെ ഉണ്ടല്ലോ, ആ കണ്ണീരൊക്കെ അതുപോലെ തന്നെ ആ ഒരു ഫീൽ ഉണ്ട്. നമുക്ക് ആ വികാരം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതെ, ഇത് ചെയ്ത ഒരു സാഹചര്യം ഞാൻ പറയാം. അന്ന് ഏപ്രിലിന്റെ ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ ചൂടുള്ള സമയത്ത് ഏകദേശം മരുഭൂമിയിലൊരു ചൂടും പിന്നെ ഇത് ബേക്ക് ചെയ്യുമ്പോഴുള്ള തീന്റെ ചൂട്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. അപ്പം മരുഭൂമിയിലല്ലെങ്കിലും ഏകദേശം അതിൻ്റെയൊക്കെ ഒരു 60% നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഇത് പോർട്രേറ്റുകളുടെ വർക്ക് അല്ലേ? പോർട്രേറ്റുകൾ എന്ന് പറയും. ഇത് മാർക്ക് ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു ഗംഭീര വർക്കാണല്ലോ. അടിപൊളി ജീവനുള്ള തിരുമേനി. എത്ര സമയം എടുത്തു ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് പോർട്രേറ്റ് നമ്മളെ മ്യൂറൽ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. ഇത് ഏകദേശം 1 മാസത്തോളം. ഇതുപോലെ വേറെ ഏതൊക്കെ പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്? പോർട്രേറ്റ് സിനിമാ രംഗത്ത് ഇപ്പോൾ അല്ലു അർജുൻ ഒന്ന് ഫേമസ് ആയിട്ടുള്ള അല്ലു അർജുൻ്റെ ടെറാക്കോട്ട പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗസൽ ഗായകൻ ഹരിഹരൻ, പിന്നെ ശ്രീനിവാസ്, പിന്നെ കേരളത്തിൽ MG ശ്രീകുമാർ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി സാറ്, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പോർട്രേറ്റ് അല്ല, ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ ആയിരുന്നു. ബാല്യകാല സഖി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വ്യത്യസ്ത 2 ഭാവങ്ങളിലുള്ളൊരു ഫിലിം പോസ്റ്റർ തന്നെയായിരുന്നു. പ്രമോദ് പയ്യന്നൂർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ ഈ 2000 ഞാൻ ഈ വർക്കിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ വർക്ക് കേരള കലാമണ്ഡലത്തിലായിരുന്നു. ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചു തന്നത് പ്രമോദ് പയ്യന്നൂരാണ്. അന്ന് അദ്ദേഹം കൈരളി ചാനലിലെ പ്രൊഡ്യൂസറായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഫസ്റ്റ് ഒരു മീഡിയയിലേക്ക് ഒരു ചാൻസ് വരുന്നത്. അതിനുശേഷം പുള്ളി അന്ന് പറഞ്ഞിരുന്നു, ഞാനൊരു എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഷെരീഫിൻ്റെ ഈ ക്രാഫ്റ്റ് അതിലുണ്ടാവും. അങ്ങനെയാണ് ആദ്യം മമ്മൂട്ടിയുടെ ജസ്റ്റ് ഒരു പോർട്രേറ്റ് മാത്രം ചെയ്യാന്നുള്ള ഉദ്ദേശമായിരുന്നു. എത്ര വലിപ്പമുണ്ടായിരുന്നു അതപ്പോൾ? അതൊരു 12 അടി ഹൈറ്റിൽ, 12 അടി ഹൈറ്റിൽ ഒരു 9 അടി വിടുത്തും വരുന്ന രീതിയിൽ. അത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ അത് കോഴിക്കോടുണ്ട്. എക്സ്പെൻസീവ് ആണോ? അപ്പം ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ഈ തിരുമേനിയുടെ ഒക്കെ ഒരു പോർട്രേറ്റ് നമ്മൾ ഉണ്ടാക്കി, ഇത് എക്സ്പെൻസീവ് ആണോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്? എക്സ്പെൻസ് ഇതിന്റെ റോ മെറ്റീരിയലിൻ്റെ വളരെ കുറഞ്ഞ എക്സ്പെൻസീവ് ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും എനർജി ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ ഒരു ഫിഗറൊന്നും ഇല്ലാത്ത ഒരു കോമൺ ഒരാളുടെ ചിത്രം ചെയ്യുന്ന പോലെയല്ല, എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയുടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇമോഷൻസ് ഇതിൽ കിട്ടണം. ഇത് പച്ചക്ക് കിട്ടിയ പോലെ ബേക്ക് ചെയ്തിട്ട് ഇതുപോലെ കിട്ടണം. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫീൽ വരണം.
ഇപ്പോൾ സിമെന്റിലോ അല്ലെങ്കിൽ മരത്തിലോ ഇപ്പോൾ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോഴോ നമുക്കതിൽ കുറേ സാധ്യത ഉണ്ട്. നമുക്കതിൻ്റെ ആ റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇത് 2 ദിവസം തീയിൽ കിടന്നിട്ടാണ്. പിന്നെ ഇത് പീസാണ്. ഇത് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ലേബർ ചാർജ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചില്ലാതെ വരും. ചിലപ്പോൾ 2 ദിവസം ഉദ്ദേശിച്ചത് 1 മാസമൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും. രണ്ടാമത് ചെയ്യണം. പിന്നെ വേറൊന്നുള്ളത് ഇത് ചൂളയിൽ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി കോട്ടക്കൽ ആയുർവേദശാലയിൽ വന്നിരുന്നു പുള്ളിയുടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ കാണാൻ പോകുന്നതിൻ്റെ തലേ ദിവസം അത് ചുള്ളിൽ നിന്ന് പൊട്ടിപ്പോയി. അത് കറക്റ്റ് ആ ഫേസ് തന്നെയാണ് പൊട്ടിപ്പോയത്. പിന്നെ നമുക്ക് യോജിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ചില നമ്മൾ പറ്റും. അപ്പോൾ നമ്മളിത് പോർട്രേറ്റിന് സമയം ചോദിക്കാറ് മിനിമം 2 മാസമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എമൗണ്ടും പറയണമെങ്കിൽ അതിനനുസരിച്ച് പറയാൻ പറ്റും. ഇതൊരു മോഹവിലയും കൂടിയാണ്. ഇത്തരം വർക്കുകൾക്ക് അങ്ങനെയുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു പോപ്പ് സിംഗർ ഉണ്ട്, കിങ് കിനോ എന്ന് പറഞ്ഞു. അദ്ദേഹം ബോബ് മാർലിയുടെ നെക്സ്റ്റ് ജനറേഷനാണ്, ശിഷ്യൻ തന്നെയാണ് പറയാം. അദ്ദേഹം അങ്ങനെ നിലമ്പൂരത്തേക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കളിമണ്ണ് പോർട്രേറ്റ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ചെയ്തു. ഇൻ്റർനാഷണൽ രീതിയിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ UAE പ്രസിഡന്റിൻ്റെ പോർട്രേറ്റ് ചെയ്തു. പിന്നെ ശ്രീ രവിശങ്കർ. ഇത് ഏകദേശം ഇപ്പോൾ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, നേരിട്ട് കോൺടാക്ട് ചെയ്താൽ അയച്ചു കൊടുക്കാനുള്ള സമയം എത്തിച്ചു കൊടുക്കാം. കാരണം ഇത് നമ്മൾ ഒരു പാർസലൊന്നും അയക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ട് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യാറ്, എത്ര റിസ്ക് ആയാലും. അതുപോലെ ഇത് നമ്മുടെ ചാത്തുമേനോൻ അല്ലേ, നമ്മുടെ നിലമ്പൂരിന്റെ ഒരു ഖ്യാതി തന്നെ ചാത്തുമേനോനിലാണ്. കനോലി പ്ലോട്ടിന്റെ ഒക്കെ പിന്നിൽ ചാത്തുമേനോനല്ലേ? കനോലി എന്ന് പറഞ്ഞ ഒരു വിദേശിയായിരുന്നു. സാഹിബിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചാത്തുമേനോനാണ് അതിന്റെ മൊത്തം ഇൻചാർജ് ചാത്തുമേനോനായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ആണ്. ഇത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തുകളിലാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തില്. അത് ശരി. ചാത്തുമേനോന്റെ പടം എവിടെ നിന്ന് കിട്ടിയപ്പോ? ഇത് മ്യൂസിയംകാർ ഒരു പടം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതെ, അല്ല ചാത്തുമേനോനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ചാത്തുമേനോന്റെ പടം കാണുന്ന ആദ്യമായിട്ടാണ്. പടമല്ല, ഇപ്പൊ പോർട്രേറ്റ് ഇങ്ങനെ കളിമണ്ണിൽ കണ്ടത് ആദ്യമായിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഷെരീഫ് ഖാന്റെ പ്രൊജക്ടുകളൊക്കെ കാണണം എന്ന് വിചാരിക്കാം, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതൊക്കെ തീർച്ചയായിട്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതവിടെ ഒരു കാശി യാത്ര എന്ന് പറഞ്ഞൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണത്തിന്റെ ഒരു രൂപം. ഇത് നമുക്കറിയാം, ഗുഡ് നൈറ്റ് മോഹൻ. അദ്ദേഹത്തിന്റെ ഒരാവശ്യപ്രകാരം ചെയ്തതാണ് ഇത് അല്ലേ? എക്സിബിഷൻസ് കുറെ ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു ബാക്കിയല്ല അവിടെ ഇത് ഇതുപോലത്തെ 20 പീസുകളുണ്ട്. ഇത് ഇദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പൊ അവരെ കല്യാണം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഫംഗ്ഷൻ. അപ്പൊ 5 ദിവസത്തെ ഫംഗ്ഷൻ ഇതുപോലെ 20 പീസുകളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം മൃതിക അല്ലേ? ആ പേരെന്താ മൃതിക എന്ന് പറയാൻ കാരണം? മൃതിക എന്ന് പറയുന്നത് അതൊരു മലയാള വാക്കല്ല, ഒരു സംസ്കൃത വാക്കാണ്. അതിന്റെ അർത്ഥം ട്രഡീഷണലി പ്രിപ്പയർഡ് ക്ലേ ആൻഡ് ഫുൾ ഓഫ് ക്ലേ വിത്ത് ഫ്രാഗ്രൻസ്. അതായത് സുഗന്ധത്തോടു കൂടിയ ഒരു പിടി മണ്ണ്. ഈ മണ്ണിലൊരു സുഗന്ധം ഉണ്ട് എന്നാണ്. ആ സുഗന്ധത്തിനെ നമ്മൾ ക്രാഫ്റ്റ് ആക്കി മാറ്റുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. സാഹിത്യം ചേർത്ത് പറയാൻ അങ്ങനെയൊക്കെ പറയാം. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ചുമരും ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്നുള്ളൊരു ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു കൃഷ്ണരാധ അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു തീം എന്ന് പറഞ്ഞത് രാധയും കൃഷ്ണനാണ്. ഇതും മോഹൻ സാറിനുള്ള അതിന്റെ കാൽ കഴുകി ചടങ്ങല്ലേ, കല്യാണവുമായി ബന്ധപ്പെട്ട്. അടിപൊളി. ഇത് ഇനി ഫ്രെയിം ചെയ്തിട്ടല്ലേ പോവാ? ഫ്രെയിം ചെയ്തിട്ടല്ലേ ഒട്ടിച്ച് വെച്ചിരിക്കുക? ജസ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്തിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്കത് എടുത്തിട്ട് തന്നെ ഉടൻ ഫ്രെയിം ഇടാം. അതുപോലെ ഇവിടെ ഒരു ക്രൈസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്രൈസ്റ്റ് ഇതാണ് നമ്മൾ ഇവിടെ വെച്ചൊരു വേട്ടക്കരൻ അല്ലേ? വലിയൊരു വേട്ടക്കരൻ. ആഹാ, ഇതൊക്കെ ചുമരില് വീട്ടിന്റെ ചുമരിന്റെ ഭിത്തിയിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാലോ അല്ലേ? ഇതുപോലെ പൂജാമുറിയിൽ വെക്കാം. വേട്ടക്കരനും ആ ഒരു ഗാംഭീര്യം ഉണ്ട്. വേട്ടക്കരൻ ഒരു അറിയാലോ, നമ്മളെ വനമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിലമ്പൂര് ആദിവാസികൾ, ഇപ്പൊ നിലമ്പൂരിലെ വേട്ടക്കരൻ പാട്ടുത്സവം തന്നെ ആദിവാസികൾ ഇപ്പോൾ ഗൂഡല്ലൂർ അമ്പുമലയിൽ നിന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള നെടുങ്കയം മുതൽ ഭാഗത്തുള്ള എല്ലാ ട്രൈബ്സും ഉത്സവത്തിന് വരും, നിലമ്പൂർ പാട്ടുത്സവത്തിന്. പിന്നെ നിങ്ങളുടെ വീട് ഒരു വല്ലാത്തൊരു കലാകാരന്റെ വീടായിട്ട് തന്നെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ശരിക്കും നിലമ്പൂര് വെള്ളപ്പൊക്കം പുഴ അടുത്താണ്. ഇവിടുന്ന് 2 പ്ലോട്ട് കഴിഞ്ഞ പുഴയാണ് കുതിരപ്പുഴ. കുതിരപ്പുഴ. ഈ കുതിരപ്പുഴയാണ് പിന്നെ ചാലിയാറിൽ പോയി ലയിക്കുന്നത്. 2 പ്രാവശ്യം ഇവിടെ വെള്ളം വന്നിരുന്നു. വീട് തന്നെ 2 പ്രാവശ്യം മൂടിപ്പോയി. അപ്പൊ ഈ വർക്കുകൾ, ഈ വർക്ക്ഷോപ്പ് ഒക്കെ വെള്ളത്തിലായിട്ടുണ്ട്. കുറച്ച് നഷ്ടങ്ങളൊക്കെ ഒന്നും ഉണ്ടായി. ഞാൻ പോണ്ടിച്ചേരി റിസോർട്ടിലേക്കുള്ള വർക്കുകളുണ്ട്. നമുക്കന്ന്
നാശമായിട്ട് പോയി. പിന്നെ രണ്ടാമത് ചെയ്തു കൊടുത്തു. രണ്ടാമത് ചെയ്തു കൊടുത്തു. ഇതാണ് വീട് അല്ലേ? അതെ അതെ. ഒരുപാട് ഒരു കലാകാരൻ്റെ വീട് പോലെ തന്നെ അത്യാവശ്യം രസകരമായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുപ്പിയല്ലേ? ഇത് കുപ്പിയാണ്. ഇത് ബിയർ ബോട്ടിൽ കൊണ്ട് ചെയ്തതാണ്. ഓ അത് ശരി. ഷെരീഫ് ഖാൻ്റെ കുടുംബം? എന്നെ 2 പെൺകുട്ടികളാണ്, ഭാര്യ. അതെ, മൂത്ത കുട്ടി ജേർണലിസ്റ്റാണ്. അപ്പോൾ എൻ്റെ എഴുത്ത് മൂത്ത മകളിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഇതിലേക്ക് മാറി. കൊള്ളാം. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഇത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഇത്തരം വർക്കുകൾ കാണാൻ പറ്റുക, ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുക, അത് കുറേ ആളുകൾക്ക് കാണിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും സന്തോഷം.